തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച കേസിൽ ജീപ്പ് ഓടിച്ചിരുന്ന വിഷ്ണുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. കേസിലെ വീഴ്ചയിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ആ ജീപ്പിലുണ്ടായിരുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ ബോധപൂർവം ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പറയുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് ഈ കിളിമാനൂരിൽ ഇത്തരത്തിലൊരു വാഹനാപകടം ഉണ്ടായത്. ഒരു ജീപ്പ് ഇത് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഭാര്യയാണ് ആദ്യം മരിക്കുന്നത്. ശേഷമാണ് ഭർത്താവ് ആയ വ്യക്തി ഇന്നലെ മരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണു അതിനുശേഷം ഈ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കോടതി. ആ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച SHO അടക്കമുള്ള 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ശേഷം ഈ പോലീസുകാർ ഈ വ്യക്തിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയതെന്നുള്ള കണ്ടെത്തൽ കോടതിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ഇയാളുടെ ജാമ്യം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത പോലീസുകാർക്കെതിരെ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ഇനി തീരുമാനമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ ഒരു വാഹനാപകടത്തിൽ മരിച്ചതിന്റെ ആദ്യ ദിവസം തന്നെ ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ കർശന നടപടി പോലീസുകാർക്കെതിരെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ശരി ശ്രീനന്ദ.